ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു തേങ്ങാപ്പാൽ പുഡിംഗ് ആണ് കേട്ടോ. വളരെ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കിടന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ ഈ പാൽ പുഡിംഗ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 250 ഗ്രാം അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് അത്യാവശ്യം വലിയ മുറിയിൽ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തീരെ ചെറിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു തേങ്ങ കംപ്ലീറ്റ് ആയിട്ട് വേണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ മറു സൈഡിലുള്ള ആ ബ്രൗൺ സൈഡെല്ലാം ഞാനൊന്ന് അരിഞ്ഞ് മാറ്റിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ആ ചെറിയ ആ ഒരു ബ്രൗൺ കളറൊന്നും നമ്മുടെ ഈ പുഡിങ്ങിൽ ഉണ്ടാവില്ല. അതിൻ്റെ പേരിൽ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് നേരെ തന്നെ ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്കും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വേണം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് നമുക്ക് ഇതിന് തേങ്ങാപ്പാൽ കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിലാണ്. എന്നാൽ ശരി, നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം നമുക്ക്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊരു അരിപ്പയിലേക്കൊന്ന് മാറ്റാം. ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ നമ്മുടെ ഈ പാലൊന്ന് പിഴിഞ്ഞെടുക്കാം. 2 കപ്പോളം വെള്ളമാണ് നമ്മുടെ ഈ തേങ്ങ അരച്ചെടുക്കാൻ സമയത്ത് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് നമ്മുടെ ഈ പാലെല്ലാം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു 1/2 കപ്പ് അളവിൽ പാൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇതുപോലെ ഈ ഒരു അളവിലാണ് കേട്ടോ ഞാൻ പാലിപ്പോൾ മാറ്റി വെച്ചിട്ടുള്ളത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് തയ്യാറാക്കി തുടങ്ങാം. ഇനി നമുക്ക് ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ തേങ്ങാപ്പാലൊന്ന് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്നും ഒരല്പം കൂടി കുറച്ച് വേണം വെക്കാനായിട്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. തിളയ്ക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് ഒന്ന് ചൂടായി കിട്ടട്ടെ. നമ്മൾ വെച്ച് കൊടുത്ത പാല് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചൂടായി കിട്ടണം കേട്ടോ. അപ്പോൾ തിളച്ചു തുടങ്ങേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടതാണ് ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം അളവിലായിരിക്കും ഇതിലേക്ക് മധുരം ഉണ്ടാവുക. പഞ്ചസാരയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് തന്നെ വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഈ പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റായി കിട്ടട്ടെ. വളരെ സിമ്പിളാണ് കേട്ടോ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഒരു പ്രയാസവും ഇല്ല. ചടപടേന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എന്നാൽ വളരെ രുചികരമായിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. പ്രത്യേകിച്ച് വീട്ടിൽ വിരുന്നുകാരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്കൊരു പുഡിങ്ങൊക്കെ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പുഡിങ് നിങ്ങൾ തയ്യാറാക്കിയാൽ മതിയാവും കേട്ടോ. ഒരല്പസമയം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ പഞ്ചസാര എല്ലാം നല്ലതുപോലെ ഒന്ന് മെൽറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉരുകി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/4 കപ്പ് അളവിൽ കോൺഫ്ലോറും കൂടി. ഇതുപോലെ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. മട്ടത്തിനല്ല, ഒരല്പം കൂടി ഒന്ന് നിറച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നില്ലേ തേങ്ങാപ്പാൽ, ആ തേങ്ങാപ്പാലിലേക്ക് ഈ കോൺഫ്ലോർ ചേർത്തിട്ട് വേണം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ ആ കോൺഫ്ലോറിൻ്റെ കട്ട കംപ്ലീറ്റ് ആയിട്ട് ഞാനൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിക്ക് വേണം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് നേരെ തന്നെ നമ്മുടെ ഈ തേങ്ങാപ്പാലിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കോൺഫ്ലോറിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തേക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് കട്ട പിടിക്കും. അതിൻ്റെ പേരിലാണ്. നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലോർ ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ഇതൊന്ന് തിക്കായി തുടങ്ങും കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കോൺഫ്ലോറിൻ്റെ അളവ് കൂടി പോകരുത്, അതുപോലെ തന്നെ കുറഞ്ഞു പോകാനും പാടില്ല. നന്നായിട്ട് കൂടി പോകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നല്ല ഹാർഡായി പോകും നമ്മുടെ ഈ പുഡിങ്. നമുക്ക് അങ്ങനെ വേണ്ട, നല്ല സോഫ്റ്റ് ആയിട്ട് വേണം നമ്മുടെ ഈ പുഡിങ് കിട്ടാനായിട്ട്. അതുപോലെ തന്നെ കോൺഫ്ലോറിൻ്റെ അളവ് കുറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ ആ പുഡിങ് അങ്ങനെ സെറ്റായി കിട്ടുകയില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഈ ഒരു രീതിക്ക് കട്ടയൊന്നുമില്ലാതെ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി ലാസ്റ്റ് നമുക്ക് ചെറിയൊരു പിഞ്ചളവിൽ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ മധുരമൊക്കെ നന്നായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിലാണ്. ഒരു പിഞ്ചളവിൽ മതിയാവും, കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം 1 മിനിറ്റും കൂടി നമ്മൾ ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഫ്ലെയിം ഞാൻ നന്നായിട്ട് കുറച്ചാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. എല്ലാ സമയത്തും ഫ്ലെയിം അങ്ങനെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഫ്ലെയിം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അടുക്കി പിടിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ ചെറിയ ഫ്ലെയിം വെച്ചിട്ട് തന്നെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്.
ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാം കൂടി ഒന്ന് യോജിച്ച് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പുഡിങ്ങിന് തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ഫ്ലേവർ തന്നെ ഉണ്ടാവും. അതല്ല നമുക്ക് എക്സ്ട്രാ ഒരു ഫ്ലേവർ വേണം എന്നുണ്ടെങ്കിൽ ഒരു അല്പം വാനില എസൻസും കൂടി ഈ ഒരു സമയം ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വാനില എസൻസ് ചേർക്കുന്നില്ല. ആ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ഫ്ലേവർ തന്നെ നിൽക്കട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ വാനില എസൻസ് ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ വാനില എസൻസിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യുന്ന ട്രേയിലേക്ക് മാറ്റാവുന്നതാണ്. നല്ല ചൂടോടുകൂടി തന്നെ ഒന്ന് മാറ്റിയേക്കണം. ഞാനിപ്പോൾ ഇതുപോലൊരു ട്രേ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മുടെ ചൂടായിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനത്തെ ഒരു ട്രേ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് ഇഷ്ടമുള്ള ഏത് ട്രേയിലേക്ക് വേണമെങ്കിലും ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാവുന്നതാണ്. സ്റ്റീലിലുള്ളതോ അല്ലാന്നുണ്ടെങ്കിൽ അലുമിനിയത്തിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലേക്ക് ഒരു അല്പം എണ്ണയോ നെയ്യോ ഒന്ന് പുരട്ടി കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതങ്ങ് സെറ്റ് ചെയ്ത് അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു രീതിക്ക് നമ്മുടെ മിക്സ് എല്ലാം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് തട്ടിക്കൊടുക്കാം. അപ്പോഴത്തേക്ക് ഇതിനുള്ളിൽ എന്തെങ്കിലും ലംസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടല്ലേ. ഈ ചൂടൊന്ന് ഈ റൂം ടെമ്പറേച്ചറിലിരുന്ന് ഇങ്ങനെ ഒന്ന് പോകട്ടെ. അതായത് റൂം ടെമ്പറേച്ചറിലിരുന്ന് നല്ലതുപോലെ ഒന്ന് തണുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാവുന്നതാണ്. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഒരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് തന്നെ ഇതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെയേ ഇതുപോലെ നമ്മുടെ ആ ട്രേയിൽ നിന്ന് വിട്ട് വരും കേട്ടോ. നമ്മളിങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും സ്പാച്ചില വെച്ച് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തനിയെ നമ്മളിതൊന്ന് ചരിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആ ട്രേയിൽ നിന്ന് ഇതൊന്ന് വിട്ട് വരും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ തന്നെ ഒരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് കമിഴ്ത്തി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ ഇത് എന്തുമാത്രം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോക്കനട്ട് പുഡിംഗ് ആണെന്ന്. നമ്മളിതിങ്ങനെ കൈകൊണ്ട് തൊടുമ്പോൾ തന്നെ ഇങ്ങനെ ജെല്ലി പോലെ ഉണ്ടാവും കേട്ടോ. വളരെ രുചികരമായിട്ടാണ് നമുക്കിതുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കോൺഫ്ലോറിൻ്റെ അളവ് കൂടെയും കുറേയൊന്നും ചെയ്യരുത് കേട്ടോ. ഈ ഒരു അളവിൽ ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ നാവിൽ അലിഞ്ഞിറങ്ങുമെന്ന് പറയില്ലേ, ആ ഒരു രീതിക്കാണ് കേട്ടോ നമ്മുടെ ഈ കോക്കനട്ട് പുഡിംഗ് ഉണ്ടാവുക. ഉറപ്പായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം കേട്ടോ. അപ്പോൾ അതുവരെയ്ക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.